വിജയിച്ചാൽ തൊടുപുഴയിൽ UN സഹായത്തോടെ 2000 കോടിയുടെ സ്പോർട് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്ന NDA സ്ഥാനാർത്ഥിയായ റോയ് വാരിക്കാടൻ. കഴിഞ്ഞ 50 വർഷമായി തൊടുപുഴയിൽ കാര്യമായ വികസനം നടന്നിട്ടില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഉണ്ടാകുമെന്നതാണ് NDA സ്ഥാനാർത്ഥിയുടെ മറ്റൊരു പ്രഖ്യാപനം. തൊടുപുഴയിലെ NDA സ്ഥാനാർത്ഥി റോയ് വാരിക്കാടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇനി വോട്ടിംഗ് ബൂത്തിലേക്ക് പോകാൻ അധിക ദിവസമല്ല, ഒരാഴ്ച മാത്രമേ ഉള്ളൂ. പ്രചരണമൊക്കെ ആളുകളിലേക്ക് എത്തിയോ? എന്താണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ആളുകളോട്? പ്രചരണം ആളുകളിലേക്ക്, കുടുംബ വീടുകളിലേക്ക്, ഓരോ വീടുകളിലേക്കും NDAയുടെ പ്രവർത്തകർ ഇന്നലെ വൈകുന്നേരം കൊണ്ട് എത്തിയിരിക്കുകയാണ്. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് തുടക്കം കുറിക്കുന്നതിന് ഇപ്പോൾ ഈ പോകുന്ന പ്രദേശമായ മുട്ടം പഞ്ചായത്തിൽ മലങ്കരയിൽ 100 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് യൂറോപ്യൻ യൂണിയൻ ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൻ്റെ സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ ഹെഡ് മലയാളിയാണ്. 2500 കോടി രൂപയുടെ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചടക്കേണ്ടാത്ത പൈസയാണ്. തൊടുപുഴയിൽ മലയോര മേഖലയിൽ ആയിരക്കണക്കിന് കൃഷിക്കാർക്ക് പട്ടയം ലഭിക്കാതെ, നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വേദനിക്കുന്ന കർഷകരുണ്ട്. പട്ടയ വിഷയവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാതെ വീണ്ടും കർഷക സ്നേഹം പറയുന്നത് മുതലക്കണ്ണീർ പൊഴിക്കലാണ്. കാഞ്ഞിരമറ്റത്ത് പണി തീർന്നിട്ട് 8 വർഷമായിട്ട് അപ്രോച്ച് റോഡ് ഒരു 100 മീറ്റർ ഇല്ലാത്തതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാതെ കിടക്കുക. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമാണ് ഉണ്ടാവേണ്ടത്. കർഷക പ്രേമം പറഞ്ഞ ആൾ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ തൊടുപുഴ ഉണ്ടാവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. സാധാരണക്കാർക്ക് അപ്രാപ്യനായ ഒരു MLAയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെയും വന്നത് ജനാധിപത്യമല്ല, അത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണവുമല്ല. അതെ, കഴിഞ്ഞ 50 വർഷമായി തൊടുപുഴയിലുണ്ടായ വികസനങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്താൻ PJ ജോസഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി ആരോപിക്കുന്നത്. എന്തായാലും പ്രചരണം മുന്നോട്ട് പോവുകയാണ്. ഇനി 7 ദിവസം മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലെത്താനുള്ളത്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.